ഏഴുവരി കൈതമുള്ളോല കൊണ്ടെന്റെ ജാതകം തീരരുതമ്മേ. ഏഴുവരി കൈതമുള്ളോല കൊണ്ടെന്റെ ജാതകം തീരരുതമ്മേ. നമസ്തേ. മലയാളികളുടെ മനസ്സിൽ, ഭക്തരുടെ മനസ്സിൽ ഒരിക്കലും മായാതെ പതിഞ്ഞുപോയ ഈ വരികൾക്ക് നിദാനമായ കണിച്ചുകുളങ്ങരയിൽ ഒരു ദിവ്യ രഹസ്യത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കണിച്ചുകുളങ്ങരയിലെ പ്രസിദ്ധമായ 7 വരി മുള്ളുള്ള കൈതോലയുടെ കഥ. ജീവിതത്തുഞ്ചത്ത് ഗരുഡനായാടുമ്പോൾ അവലംബമേകുകെന്നമ്മേ. ജീവിതത്തുഞ്ചത്ത് ഗരുഡനായാടുമ്പോൾ അവലംബമേകുകെന്നമ്മേ. കണിച്ചുകുളങ്ങര ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ ഈ ക്ഷേത്രപരിധിയിലുണ്ട്. അതിലൊന്നാണ് ക്ഷേത്രത്തിന്റെ തെക്കേ അതിരിൽ കാണുന്ന കൈതോല സങ്കേതം. ലോകത്തൊരിടത്തും കേട്ടിട്ടില്ലാത്ത വിധം, കണ്ടിട്ടില്ലാത്ത വിധം 7 വരികൾ മുതൽ 24 വരികൾ വരെ മുള്ളുകളുള്ള കൈതോല. ഇങ്ങനെ ആയിത്തീർന്നതിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. ദേവീ സാന്നിധ്യമുള്ള ഈ കൈതസങ്കേതത്തിൽ ഋതുമതിയായ ഒരു സ്ത്രീ അശുദ്ധമായെത്തി കൈതോല മുറിച്ചത്രേ. അനിഷ്ടം കൊണ്ട് കൈതോലകൾ ആർക്കും ഉപയോഗിക്കാനാവാത്ത വിധം മുള്ളുകൾ കൊണ്ട് നിറച്ചു അത്രേ. സത്യത്തിൽ ഇത് ഭയത്തിന്റെ കഥയല്ല, വിശുദ്ധിയുടെ മഹത്വമാണ്. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളെല്ലാം ഈ സങ്കേതത്തിലെത്തി അമ്മയുടെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞാണ് മടങ്ങാറ്. ദേവിയുടെ അനുഗ്രഹത്തോടെ ഇത് നാടിന്റെ ഹൃദയത്തിൽ ഭക്തിരസം നിറക്കട്ടെ. കാലത്തിന്റെ കൈവെള്ളയിൽ ഒരു അത്ഭുത രഹസ്യമായി നിലകൊള്ളുന്ന ഈ കൈത ശാസ്ത്ര കുതികൾക്കും പുരോഗമനവാദികൾക്കും പഠന വിധേയമാക്കാവുന്ന ഒരു അത്ഭുത വിഷയമാണ്. കണിച്ചുകുളങ്ങരയിൽ ഇനി ഉത്സവകാലമാണ്. കണിച്ചുകുളങ്ങരയിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. കർണകിപ്പാട്ടുമായി പാട്ടമ്പലത്തിൽ ഇന്ന് ഉത്സവക്കൂത്തു തുടങ്ങി.